ഓക്കെ ശരി, പിന്നെ വിളിക്കാം. ആ ഇതാണ് ഏജന്റിന്റെ അഡ്രസ്. ഷെയ്ഖി ട്രാവൽസ്, ഉമ്മുൽ ഖുറ റോഡ്, ജമാരിയ സ്ട്രീറ്റ്. ഇങ്ങനൊരു സ്ഥലം ഞാനിതുവരെ കേട്ടിട്ടില്ല. അടിച്ചോക്കാം. ഇങ്ങനൊരു നമ്പർ ഇല്ലെന്നാ പറയുന്നത്. അതിനെപ്പറ്റി പേടിച്ചണ്ട. ഓന്റെ നാട്ടിലെ എല്ലാ അഡ്രസ്സും എൻ്റെ ഉണ്ട്. നിങ്ങളാ ഫോണിട്ട് കാട്ടിക്കണി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട്. എടുക്കണില്ലല്ലോ, ഇത് എടുക്കണില്ലല്ലോ. ചിലപ്പോ ട്രാവൽസ് തുറക്കണോളുണ്ടാകുക. ഞാനെന്ത് പൊട്ടനാ. ട്രാവൽസിന്റെ തൊട്ട് മുമ്പില് എന്റെ തുണക്കാരന്റെ കടണ്ടേ, അവിടേക്കൊന്ന് വിളിച്ചോക്കട്ടെ. ഹലോ ഹലോ, ആ കുഞ്ഞാനല്ലേ? ഇത് ഞാനാടാ സെയ്തേ. സെയ്തോ? ഏത് സെയ്ത്? എടാ അമ്മയിത്താത്താന്റെ മോൻ സെയ്തൽവിയായി. ഈടാ ചെയ്താനെ, അന്റെ ഒരു ഫോൺ നമ്പറിന് വേണ്ടിട്ട് ഞാൻ എവിടൊക്കെ കറങ്ങി നടന്നു അറിയോ? അതെ, ഈ അറിഞ്ഞോ സംഭവം? നിങ്ങൾ ട്രാവൽസ് ഒക്കെ ഇവിടെ നാട്ടുകാരെ അടിച്ചു പൊളിച്ചിക്കണു. ഓൻ അവിടെ പൊന്തിയോ? ഹലോ 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 ഹലോ, എന്താ എന്താളിയാ? ചതിച്ചോടാ, വിസന്റെ ഏജന്റ് നമ്മളെ ചതിച്ചു തോന്നുന്നേ. വിസയുണ്ട്, പക്ഷേ വിസിറ്റിംഗ് വിസയാണ്. വാപ്പേറ്റുണ്ടാക്കിയ 10 സെന്റ് ഭൂമി അതുകൂടി വിറ്റിട്ട് എന്റെ ഉമ്മാനും കുട്ടികളെയും വാടക പെരയിലാക്കിയിട്ടാണല്ലോ റബ്ബെ പോന്നിക്കണത്. ഇതേറ്റെന്റെ ഉമ്മ അറിഞ്ഞാല് നമ്മ ചങ്ക് പൊട്ടി മരിച്ചോലോ. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. എന്താ എന്താ എന്താ? പടച്ചോനാണ്. പാട്ടാളം പിന്നാലെ കൂടെ പടച്ചോനാണ് അവനെ കാണിച്ചു തന്നത്.
ഇഞ്ഞവിടെ പണിയില്ലാറിഞ്ഞാണ്ട് ആരും കുത്തിറക്കണ്ട. അത്രയ്ക്ക് പണി ചാൻസാണ് ഓന്റെ അടുത്ത്. ആര്? കാഞ്ഞങ്ങാട് കബീർ ബായി. എന്നിട്ട് എവിടെ? No. Don't worry. I have more jobs. No problem. Okay, Mashi. Yeah, Mashi. No problem. Don't worry. Worry വേണ്ട. Okay. ഹലോ ബോസ്, ജർമ്മനിയിൽ നിന്നാണോ? നാളെ ഞാൻ എത്തും. ഓ പ്രശ്നമില്ല. അമേരിക്കൻ കമ്പനിയിലാണെന്തായി? ജപ്പാൻ കമ്പനിയുമായിട്ട് 50 ആളുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഇപ്പൊ ജോലിയൊന്നുമില്ല. നിങ്ങള് വിചാരിച്ചാല് എന്തൊക്കെ ജോലി അറിയാം? ഞാൻ കുക്കാണ്. കുക്ക്? ചൈനീസ്, ഹിന്ദു, അറേബ്യൻ? കഞ്ഞി പോട്ടി മീന്, പൂള മത്തിയില്ല. പ്രൊഫഷണൽ കുക്കാണ്. ഒക്കെ പഠിച്ച ആളാണ്. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. ഞാൻ 3ാം ക്ലാസ്. ഡിഗ്രി ഒരു ഡിഗ്രിയാണ്. ഡോണ്ട് വറി. ചായ അല്ല കടി. അപ്പൊ കുട്ടി നമ്മളെ പണിക്കാര്യം എന്തെങ്കിലുമൊക്കെ സംതിങ് വേണ്ടി വരും. പണിയൊന്നും പ്രശ്നമല്ല. ഡോണ്ട് വറി. നമ്മള് എന്തെങ്കിലുമൊക്കെ സംതിങ് കൊടുക്കേണ്ടി വരും. ഓക്കെ. അല്ല, ആരത്? കാതിരോ? അല്ല കാതരെ, പണിയൊന്നും ശരിയായിട്ടില്ലേ? മുങ്ങോലോ? ഓ മുങ്ങും. ഓന്റെ പണി തന്നെയല്ലേ ആൾക്കാരെ പറ്റിച്ച പണി. പണിയില്ലാത്ത ഓനാ ഞമ്മക്ക് പണിയരാൻ നടക്കണ്. നിങ്ങൾ ഈ കടുവനെ പിടിച്ച കെടുവനെ കണ്ടുക്കണോ? ഓന്റെ ഫോണത്. ഇത് കുട്ടികളെ കളിച്ചണ ഫോണാ. ഇതാ ഓന്റെ ഫോണ്. ഒത്തിരി നേരം ചലിച്ചിന്ന് ഇതില ഓന്റെ ഡോൺ വറി. എപ്പോ നോക്കിയാലും മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കലാ പണി. ഇന്നലെ ഇതിൽ എത്ര കാശുണ്ടായിരുന്നു? എന്ത് ഈ കാശൊക്കെ നീ ചെയ്യണത്? അതന്നെ എനിക്കും അറിയേണ്ടത്. മുമ്പൊക്കെ മാസം തികയുമ്പോ ഒരു സംഖ്യ ബാക്കി ഉണ്ടായിരുന്നല്ലോ. എന്നാ നേരത്തിന് വീട്ടിൽ വരുന്നുണ്ടോ? എവിടെ പുതിയ കേന്ദ്രം? വല്ല നിശാ ക്ലബിലോ അതോ ബാറിലോ? കോയാക്ക, ചോറ് കുറച്ച് കൂടിയാലും കറിക്കൊരു കമ്മിയും വേണ്ട കേട്ടോ. റസാക്കേ, മെസ്സ് എല്ലാരെയും കൂടി ആണെങ്കിലും പള്ള അന്റെ എന്നുള്ളൊരു ഓർമ്മ വേണട്ടോ എനക്ക്. ഇനി എവിടുക്ക ഓന് ഈ തിന്നണ്? പച്ചക്കറി സാധനങ്ങളൊന്നും ഓന് പറ്റൂല. ഇറച്ചി തന്നെ എപ്പാ നോക്കിയാലും ഇറച്ചി തിന്നെ. എങ്ങനെ മനുഷ്യന്മാരിതൊക്കെ പാടത്ത് നിന്ന് കൂട്ടണം? എന്താ ചെയ്യാ?
എന്താ ഒന്നും റെഡി ആയിട്ടില്ലേ? അല്ലാ അനക്ക് പണിക്ക് പോരായല്ലേ? ഒരു 10 മിനിറ്റ് കൂടി അപ്പോഴൊക്കെ റെഡിയാവും. എന്നാലേ ഇനി റെഡി ആയാലേ ആ കുമാമിൽക്കാൻ ഇട്ടോളൂണ്ടു. ഇതിനൊന്നും ആവൂലെന്നുണ്ടെങ്കിൽ പെരി പോയിരുന്നൂടെ? മാസം എണ്ണി തരുന്നതേ കാരക്കുരൊന്നുമല്ലല്ലോ. പഠിച്ചോനെ പറ്റിച്ചല്ലോ. നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിക്കണേ, ഈ പണിയൊക്കെ ഇവിടെയുള്ളവരെടുത്തോളുന്നു. അല്ലെങ്കിൽ തന്നെ 10-25 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അതിന്റെ പുറമെ ഇനി ഇതും കൂടി. അതിന് എന്റെ മനസ്സ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. പല വ്യാപാര മക്കളാവുമ്പോ പല സ്വഭാവക്കാരാവൂലേ? എന്താ ചെയ്യാ? 4-5 പെൺകുട്ടികളായി പോയില്ലേ? അപ്പോ കക്കൂസ് നല്ല ഓല ചന്തി വരെ കക്കി കൊടുക്കേണ്ടി വരും. എന്നെ പോലെ പെൺകുട്ടികളുള്ള എല്ലാ വ്യാപാരിയും ഗതി തന്നെ. ഇനി ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. മരിച്ചു കഴിഞ്ഞാല് നിന്റെ പെണ്ണും കളി അടുത്ത് കവറടക്കിയാൽ മതിയായിരുന്നു. എന്താ അപ്പോഴേലും ഓളിന്റെ അടുത്തുണ്ടെന്ന് കരുതി. ഇന്നെന്താ നല്ല പൊലിവിലാണല്ലോ. വല്ലതും കിട്ടിയോ? ഓന്റെ ജീവിതം വിവാഹ പരസ്യം നോക്കി നോക്കി തീരും. വെറുതെ അല്ല ഓന്റെ തടി ഇങ്ങനെ. ഓൻ എത്ര പെരയുന്ന പെണ്ണ് കാണാൻ പോയി ഞണ്ണി പോന്നിക്കണെന്നറിയോ? ഓന്റെ വിചാരോ അംജദ് ഖാനാനാ. അയിനെ അത് ഓൻക്ക് നല്ല. ഇവിടെ വന്ന് പെട്ട ചിലവർക്കൊക്കെ ഞമ്മളെ നാട്ടിലെ പെൺകുട്ടികളെ പറ്റി 100 കുറ്റ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ഞമ്മളെ നാട്ടിലെ ബ്രോക്കർമാർക്കൊക്കെ നല്ല കൊയ്ത്ത. ഇത് വിവാഹ പരസ്യമൊന്നും അല്ല, മാർക്ക് ലിസ്റ്റ് വന്നതാ. കുട്ടി തിരക്കടില്ല, പോരാത്തതിന് B.Ed.ന് 2nd റാങ്കും. ഇതേതായാലും തരക്കടില്ലല്ലോ. അതിന് പെണ്ണിന് അന്യമാടി പറ്റണ്ടേ? ഏതായാലും ഒന്ന് അഡ്രസ് ചെയ്തെടുക്ക. KT റസിയ
ഡോക്ടർ ഓഫ് കോയ കുന്നത്ത് ഹൗസ് കോഴിക്കോട് റസാക്കേ, റസീദേ, ഇതാരാന്നറിയോ? എന്റെ കുട്ടിയാണ്, എന്റെ പുഞ്ഞാറ പോള് റസിയ. റസാക്കേ, ഇത് നേരത്തെ വെച്ചാ വെള്ളണ്ടല്ലോ, അതങ്ങടെ ഇറക്കി വെച്ചളാ. ഓൾ ആരാ കെട്ടാൻ പോണെന്നറിയോ? വക്കീല്. ആര്? വക്കീല്.